നമുക്കിന്ന് ആപ്പിൾ അച്ചാർ ഇട്ടാലോ. നമുക്ക് ആപ്പിളിനെ എല്ലാം കഷ്ണമാക്കി എടുക്കാം. അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി അച്ചാർ പൊടിയും കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്, അതിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്കിതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മുടെ ആപ്പിളിനെ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം, പാകത്തിന് ഉപ്പ്. വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഇട്ട് ഇങ്ങനെ ചൂടാക്കുന്നില്ല. ഇനി നമ്മൾ ലാസ്റ്റ് നമുക്കൊരു കുഞ്ഞ് സ്പൂണിന് ഒരു 1/4 ടീസ്പൂൺ കായം ഇടാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ആപ്പിൾ അച്ചാർ ഇവിടെ റെഡിയായി.